ഒരു കഥ പറയട്ടെ. ഒരു ടൂറ് കഥയാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ടൂർ പോയ കഥ. ഞങ്ങൾ മണത്തലയിൽ നിന്ന് എവിടെ പോയി? മിനി ഊട്ടിയിലേക്ക് പോയി. പോക്കൊക്കെ ഭയങ്കര അടിച്ച് പൊളിച്ചിട്ട് തന്നെ പോയി കേട്ടോ. പക്ഷേ ഈ മിനി ഊട്ടി എത്തുന്നതിൻ്റെ ഒരു ഒരു 15 കിലോമീറ്റർ, ഒരു 20 കിലോമീറ്ററിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങളുടെ വണ്ടി ഞങ്ങൾക്ക് പണി തന്ന്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇപ്പം ശരിയാവും എന്നുള്ളത്. പിന്നെ അവർ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും റെഡിയായില്ല കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ വണ്ടിയിൽ ബോറടിച്ചിരുന്ന്. വണ്ടി നിൽക്കണത് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ്റത്ത് ഇപ്പം വീഴും ഇപ്പം ചെരിയും എന്നുള്ള ലെവലിലാണ് നമ്മൾ വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കുറേ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അങ്ങനെ ഇനിയൊരു രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു? നടക്കാൻ തീരുമാനിച്ചു. സൈനൂനൊക്കെ ആകെ പ്രാന്ത് പിടിച്ച്. ഈ നടക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഈ വണ്ടി നിൽക്കുന്നത് ഒരു കയറ്റത്താണ്. ആ കയറ്റം കയറുന്ന ഭാഗത്താണ് നമ്മുടെ വണ്ടി ഓഫായി നിന്നത്. ആ കയറ്റം കയറാൻ പെട്ടൊരു പാടുണ്ടല്ലോ. അയ്യോ, വിയർത്ത് കുളിച്ച്. നമ്മളിനി ഒരു വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എടാ, എൻ്റെ ഉമ്മക്ക് കയറണ കണ്ട ആറ്റ് നോറ്റൊരു ടൂറിന് വന്നതാണ് എൻ്റെ ഉമ്മ. സൈനൂന് ഓടണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ ബഹളം വെച്ചിരുന്നത്. വലിയ വലിയ വണ്ടികളൊക്കെ പോണ റൂട്ടായതുകൊണ്ട് നമുക്ക് പിള്ളേരെ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ലതേ. മലാലത് കയറി വരണേ. ഓരോരുത്തർ സച്ചോട്ടനൊക്കെ അങ്ങനെ ബെൻഡായിട്ടാണ് കയറുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ബെൻഡായിട്ട് കുനിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ ഈസിയിൽ കയറാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് മലാലിനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വയ്യാണ്ടായിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ബാക്കിൽ അയ്യോ സംസാരിക്കാൻ പോലും പറ്റണില്ല കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതേ ഈ മിസ്റ്റി ലാൻഡിലേക്കാണ് നമ്മൾ പോണത്. ഇനിയൊരു 2.5 കിലോമീറ്ററും കൂടെ ഉണ്ട് നടക്കാൻ. അങ്ങനെ നടന്ന് അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം. എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വലിയ കൊക്ക പോലെയാണ്. അവിടെ ഈ മണലെടുക്കുന്നതും കല്ലെടുക്കുന്നതും പാറ പൊട്ടിക്കുന്നതും അങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. രസമായിരുന്നു എക്സ്പീരിയൻസ്. നടക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടി എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ ലോറികളൊക്കെ കാണാനേ, ലോറിയും JCBകളൊക്കെയാണ് ആ നിൽക്കുന്നത്. അവിടുന്ന് പാറ പൊട്ടിക്കേണ്ടാണ്. എന്ത് ചെറുതായിട്ടാണെന്നറിയാം കണ്ടിരുന്നത്. നല്ലൊരു വഴിയിൽ കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും കാട് പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ താഴെ ഭയങ്കര ഇറക്കിലാണ് ആ ക്വാറി ഉള്ളത് കേട്ടോ. അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അയ്യോ, വയർത്ത് പെട്ടിയായി. കൈ വിടാൻ പറ്റില്ല. കൈ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ അലമ്പുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ അവനെ പിടിച്ചിട്ട് നടക്കാം. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ എവിടെയാണെന്നൊന്നും അറിയില്ല. കുറേ പേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കുറച്ച് പേര് മുന്നേ പോയി. നമ്മൾ നേരത്തെ കണ്ട ക്വാറി ഉണ്ടല്ലോ, അവിടേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് കേട്ടോ ഇത്. മാമിയൊക്കെയാണ് ആ ഫ്രണ്ടിൽ നടക്കുന്നത്. നല്ല വ്യൂ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടി കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല. വേഗം നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഫോട്ടോ എടുക്കാൻ ഇവൻ സമ്മതിച്ചില്ല. അവർക്ക് പേടിയാണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയതായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ബോർഡ് കണ്ടിട്ടുണ്ട്. ഇനി 2 കിലോമീറ്റർ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയും നമ്മൾ 2 കിലോമീറ്ററോളം നടക്കണം. നമ്മൾ വെള്ളമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ദൂരം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ വെക്കുക ചെയ്തത്. ദാഹിച്ചിട്ടൊക്കെ നമുക്ക് ഒരു വിധമായി. പിന്നെ നമ്മൾ പോണ വഴിയിൽ ഈ ഉപ്പിലിട്ട മാങ്ങയുടെ ഒക്കെ കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളത് മേടിച്ച്. പിന്നെ റേഞ്ചില്ല. GPay ചെയ്ത് നോക്കാനാണെങ്കിൽ റേഞ്ചില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ആ GPayയുടെ കാര്യങ്ങൾ കേട്ടോ. പോണ വഴിയിൽ തന്നെ നമ്മൾ വേറെ ഒരു പാർക്ക് കണ്ടായിരുന്നു. അവിടെയും ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാമ പറഞ്ഞു അങ്ങോട്ടല്ല, നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ നേരെ വീണ്ടും നമ്മുടെ മിസ്റ്റി ലാൻഡിലേക്കുള്ള യാത്ര വീണ്ടും തുടർന്നു. അപ്പം ഞങ്ങളെ ഈ
എന്താണ് മിസ്റ്റി ലാൻഡിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 800 മീറ്ററും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ശരിയായിട്ടില്ല. അപ്പോൾ 800 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നേരത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലധികം ഇതൊന്നുമില്ല, റൈഡുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജ് 2 ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ പിന്നെ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. നമ്മളീ പോണ വഴിയിൽ വീണ്ടും കുറേ പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഗുണ കേവ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു. പക്ഷെ നമ്മൾ അവിടേക്കൊന്നും കയറിയില്ല കേട്ടോ. നമ്മൾ നേരെ ഈ മിസ്റ്റി ലാൻഡ് ലക്ഷ്യമാക്കിയിട്ടാണ് നടന്നത്. അവിടെ കുറച്ചും കൂടെ പാർക്കും ഐറ്റംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വേറെ എവിടെയും കയറി സമയം കളയാൻ നിന്നില്ല. പിന്നെ ഞങ്ങളുടെ പ്ലാനിങ് അനുസരിച്ചിട്ട് വീണ്ടും കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ നേരം കളയാൻ പറ്റില്ലല്ലോ. വണ്ടി നാശമായത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ്. ഇത് എന്തോ ഗുണ കേവ് പോലത്തെ എന്തോ സംഭവമാണ് കേട്ടോ. ഇത് റോക്ക് ഗാർഡൻ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഗുണ കേവ് എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മൾ കയറിയില്ല, ജസ്റ്റ് പോകുമ്പോൾ കണ്ടു എന്നുള്ളൂ. നമ്മളീ പോണ വഴിയിലൊക്കെ ഇവരുടെ ഈ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര മീറ്റർ, എത്ര കിലോമീറ്റർ എന്നൊക്കെ എഴുതിയിട്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉള്ളൂ, കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ സംഭവത്ത് നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഈ പിള്ളേർ അലമ്പുണ്ടാക്കിയ കാരണമാണ് നമുക്കൊന്നും ഇറങ്ങി ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റാത്തത്. എന്നുവെച്ചാൽ എല്ലാവരും ഓരോരോ ഗ്യാങ്ങായിട്ടാണ് പോണത്. ആ ഫ്രണ്ടിൽ പോണതൊക്കെ ഞങ്ങളുടെ ടീമാണ്. കുറച്ച് പേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, വേറെ വണ്ടി വരും എന്ന് പറഞ്ഞിട്ടേ. പക്ഷേ എല്ലാവരും കൂടിയിട്ട് അതിന് വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാലും ശരിയാവില്ലല്ലോ. ചെറിയ വണ്ടിയാണ്. പിന്നെ അവർ എന്നുവെച്ചാൽ അങ്ങോട്ടേക്ക് മിസ്റ്റി ലാൻഡിലേക്ക് പോകാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്താറായി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നടത്തത്തിൻ്റെ വേഗതയൊക്കെ ഒന്ന് കൂട്ടി. പിന്നെ ആര് ഫസ്റ്റ് എത്തും എന്നുള്ള ലെവലിലായിട്ടാണ് ഞങ്ങൾ നടത്തം. അവസാനം നമ്മളവിടെ എത്തിച്ചേർന്നു ഗൈസ്. ഇതാണ് നമ്മുടെ മിസ്റ്റി ലാൻഡ്. പറഞ്ഞ പോലെ തന്നെ കുറേ പാർക്കുകളും റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റ് മുന്നേ കണ്ട പോലെ തന്നെ അല്ലായിരുന്നു. കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഉള്ളിലേക്ക് കയറി ഓരോ റൈഡിൽ കയറുമ്പോഴും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. മറ്റേ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇപ്പം ഞാൻ ഓർക്കണില്ല. എല്ലാതും കൂടിയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്തതേ. പിന്നെ ഓരോ കാര്യത്തിന് നമ്മൾ സെപ്പറേറ്റ് ബില്ല് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു റൈഡ് 40 രൂപ, 30 രൂപ, 50 രൂപ ആ റേഞ്ചിലൊക്കെയാണ് കേട്ടോ റൈഡിൻ്റെ ചാർജ് വരുന്നത്. പക്ഷേ ഐസ്ക്രീം 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വില കൂട്ടാറുണ്ടല്ലോ. പക്ഷേ ഫുഡ് ഐറ്റംസിനൊക്കെ ഭയങ്കര വില കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇനി ഓരോ സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീനില്ല. സൈനു അലമ്പുണ്ടാക്കി തുടങ്ങി. അവൻ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലമ്പാണല്ലോ. അവൻ ഇത് എന്താണ്ടൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ആ അലമ്പുണ്ടാക്കണത്. അവൻ എന്തിനാ കരയണേന്ന് അവനക്ക് തന്നെ അറിയില്ല. നമ്മളവിടെ കയറിയിട്ടല്ലേ ഉള്ളൂ. കയറിക്കഴിഞ്ഞ് സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടല്ലേ നമ്മൾ ഓരോ റൈഡിൽ കയറാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും കാണാനാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത്. ഇത് അവനക്ക് കയറിക്കഴിഞ്ഞാൽ അവൻ്റെ വാശി നടക്കണം, അങ്ങനെയാണ്. ഇതിൽ ആ കാർ ഓടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് സ്പാ ഉണ്ട്. പിന്നെന്താ മറ്റേ 3Dയുടെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അത് നല്ല വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. അതേ ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മുടെ കുട്ടി അലമ്പായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല സൂപ്പർ വ്യൂ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ റീലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. പക്ഷേ റീലൊന്നും ചെയ്യാനും പറ്റിയില്ല. എനിക്ക് തോന്നുന്നു നെറ്റിൻ്റെ പ്രശ്നമായിട്ടാണ് തോന്നുന്നത് നമുക്ക് റീല് കാര്യങ്ങളൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അതെ, നമ്മുടെ ആൾ അലമ്പുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തുടങ്ങി. മലാല അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് സെറ്റായി. പിന്നെ സൈനുവിന് നമ്മൾ ഓരോ റൈഡിൽ കയറ്റാൻ കൊണ്ടുപോയിട്ടാ. അവനക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൈഡ് ഈ സംഭവമാണ്. ഈ ഇതുമ്മ കിടന്നിട്ട് ചാടലാണ് അവനക്ക് ഏറ്റവും ഇഷ്ടം. അതെ, ആളാണ് അതേ ചാടിക്കൊണ്ടിരിക്കുന്നത്.
മലാലയ്ക്ക് പിന്നെ ഇതൊന്നും ആവശ്യമില്ല. പിന്നെ ഇങ്ങനത്തെ റൈഡ് ഉണ്ട്, ഈ ചാടണ സംഭവം. അപ്പോൾ സൈനുവിനെ ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സംഭവത്തിൽ, ഈ ചാടണയിൽ കയറിയിട്ട് പുറത്തുനിന്നുള്ള ഏതോ പിള്ളേരായിട്ട് അവൻ അടി ഉണ്ടാക്കിയിട്ട് ഇതായി. അതിൻ്റെ ഇടയിൽ മഴ പെയ്തു. പക്ഷേ രസമായിരുന്നു. അങ്ങനെ വലിയ മഴയൊന്നും ആയിരുന്നില്ല, ഇങ്ങനെ മാറി നിൽക്കേണ്ട മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മഴ കൊണ്ടിട്ട് അവിടെ നിന്നു കേട്ടോ. പിന്നെയാണ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിയത്. ആദ്യം കാല് വെച്ചപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒന്നാമത്തെ മഴ പെയ്യുക, വഴിക്ക് വീഴുമോ എന്നുള്ളൊരു പേടി, അത് വേറെ. പിന്നെ അടിയിലിങ്ങനെ ഈ സംഭവമൊക്കെ കാണില്ലേ, എത്ര എത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കണത്. അയ്യോ, പിന്നെ അത് കാല് വെക്കുമ്പോൾ ഒരു ജർക്കിങ് പോലെയോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമായിരുന്നു കേട്ടോ. രസമായിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, നമ്മളിങ്ങനെ മുന്നേ കയറിയിട്ടുള്ള പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ സൈനും മലാലയും എല്ലാവർക്കും ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുടിയുടെ കോലം നോക്ക്, ആകെ ഇതായി. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ റീലൊക്കെ സെറ്റാക്കി തരുവേ. അവിടെ എത്രയോ 100 200 അത്രയായിരുന്നു. എന്നുവെച്ചാൽ ഫാമിലീസ് ഉണ്ടെങ്കിൽ ഫാമിലീസ്, അല്ലെങ്കിൽ സിംഗിളായിട്ടാണെങ്കിലും നമ്മൾ പറയണതിനനുസരിച്ചിട്ട് അവർ റീല് ക്രിയേറ്റ് ചെയ്ത് തരും കേട്ടോ. ഞങ്ങളും റീലെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റീലെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. പക്ഷെ അതൊന്നും എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയില്ല. എല്ലാവർക്കും മഴ പെയ്തതുകൊണ്ടാണ് ഇത്തിരി ടെൻഷൻ വന്നത്. എന്നുവെച്ചാൽ വഴിക്ക് വീഴുമോ എന്നുള്ളത്. അവർ അപ്പോൾക്കപ്പോൾ തുടക്കുന്നുണ്ട് കേട്ടോ, വൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കാല് വയ്ക്കുമ്പോൾ ചെറിയൊരു പേടി, വഴിക്ക് ഇതിന്മേൽ വീണ് ഇത് പൊട്ടിയാലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ. ഞാൻ പിന്നെ ഫുൾ നെഗറ്റീവായിട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുക. നമ്മളല്ല, ഞാൻ ചിന്തിക്കുക. പക്ഷെ രസമായിരുന്നു. ആ അറ്റത്ത് പോയതിൻ്റെ ശേഷം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ, ആ ചേച്ചിമാർ അപ്പോഴേക്കപ്പോൾ ഇതെല്ലാം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ആ വെള്ളമൊക്കെ. ഞാനൊരു വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ പിള്ളേർ ആകെ വന്നിട്ട് അലമ്പുണ്ടാക്കിയതാണ്. ക്യാമറ വന്ന് പൊത്തി പിടിക്കാനാടാ. അതാണ് ഞങ്ങളുടെ ഒരു കുറുമ്പൻ കുട്ടി. ഇതാണ് മിസ്റ്റി ലാൻഡിൻ്റെ ആ ഒരു കേട്ടോ ലോഗോ ഒക്കെ. അത് ആ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടാണ് വെച്ചേക്കണത്. ഈ സംഭവമൊക്കെ ഞാൻ റീലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഷൂട്ട് ചെയ്തത്. പക്ഷെ പറഞ്ഞില്ലേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ വീഡിയോ തന്നെ എപ്പോഴാണ് ഇടണത്. അവിടെ ഫിഷ് സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടാം, അല്ലെങ്കിൽ ആകെ ലെങ്ത്ത് കൂടും. പിന്നെ 3Dയിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാനിടാം. ഇനി ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ തന്നെ 10-15 മിനിറ്റായി. അപ്പോൾ ഇനി ഇതിലിടണ്ടെന്ന് വിചാരിച്ചിട്ട് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫാമിലിയുടെ മൊത്തത്തിലൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെത് സെപ്പറേറ്റ് ഞാൻ എടുത്തുതരാൻ പറഞ്ഞപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ്, ഒന്നും ഫ്രീ അല്ല. നമ്മളിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കുന്നതും ബാക്കിലേക്ക് നടക്കുന്നതും അങ്ങനെ 2 തരത്തിലാണ് അവർ റീലെടുത്ത് തരാം. രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ കണ്ടോ, ഫുൾ വ്യൂ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ കിട്ടും. 100-150 ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. അപ്പം അത്ര പോയാലെന്താ, നമ്മളതിൽ ഇതുപോലത്തെ ട്രൈപ്പോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അവർ നല്ല ക്ലിയറിൽ, നമ്മൾ ഐഫോൺ കൊടുക്കുകയാണെങ്കിൽ ഐഫോണിൽ എടുത്ത് തരും, അല്ലെങ്കിൽ അവർ സാംസങ്ങിൽ എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരും.